ഫസ്റ്റ് പോയിന്റ്, ചിന്നു നാളെ രാവിലെ ട്രെയിനിൽ പോകും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. നാളെ ടുമോറോ, രാവിലെ മോർണിംഗ്, പോവുക ഗോ. പക്ഷേ ഇവിടെ പോകും എന്നാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് പിന്നീടുള്ളൊരു കാര്യമാണ് പറയണേ. അത് മാത്രമല്ല ഇവിടെ പ്രത്യേകിച്ച് നാളെ നേരിട്ടുണ്ട്. അപ്പം നാളെയെന്നും ഉണ്ട് പോകുമെന്നും ഉണ്ട്. അപ്പോഴേ നമുക്ക് കൺഫേം ആയിട്ട് പറയാം ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. ഒരു പിന്നീടുള്ളൊരു കാര്യമാണ് പറയണേ. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. നാളെ, ചിന്നു നാളെ രാവിലെ ട്രെയിനിൽ പോകും. നമുക്ക് എങ്ങനെ എഴുതാം? ചിന്നു, അപ്പം പോവുക എന്ന് വെച്ചാൽ എന്താ, ഗോ ആണ്. പക്ഷേ ഇവിടെ പോകും എന്നാണ്. അപ്പം ഞാൻ ഗോയുടെ മുമ്പിൽ എന്ത് ആഡ് ചെയ്യണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക. ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഞാൻ ഇത്ര ഡീപ്പായിട്ട് പറയാൻ കാരണം ചിലവർക്കെങ്കിലും അറിയാത്തവർ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡീപ്പായിട്ട് പറയണത്. അപ്പോൾ ചിന്നു, അപ്പോൾ ഗോയ്ക്ക് മുമ്പ് എന്ത് എഴുതാം? ഗോ എന്ന് വെച്ചാൽ പോവുക, ഇവിടെ പോകും എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് എഴുതാൻ പോണേ? പിന്നെ ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ചിന്നു വിൽ, ഇവിടെ വിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം വിൽ ഗോ, പോകും. വിൽ ഗോ എന്ന് വെച്ചാൽ പോകും. അപ്പം ചിന്നു വിൽ ഗോ ബൈ ട്രെയിൻ. എന്നാ പോകണത്? ഇത് പ്രത്യേകിച്ചായിട്ടുണ്ട്, നാളെന്ന്. ചിന്നു വിൽ ഗോ ബൈ ട്രെയിൻ. ഇത് TRAIN എന്നാണ് കേട്ടോ. അപ്പോൾ ചിന്നു വിൽ ഗോ ബൈ ട്രെയിൻ നാളെ രാവിലെ എന്നാണ്. അപ്പം TOMORROW, ടുമോറോ മോർണിംഗ്, നാളെ രാവിലെ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ചിന്നു കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ചിന്നു വിൽ ഗോ ബൈ ട്രെയിൻ ടുമോറോ മോർണിംഗ്. ചിന്നു നാളെ രാവിലെ ട്രെയിനിൽ പോകും. ചിന്നു വിൽ ഗോ ബൈ ട്രെയിൻ ടുമോറോ മോർണിംഗ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിച്ചാലോ? നെക്സ്റ്റ് പോയിന്റ്, അവൾ ഹൈദരാബാദിലാണ് പഠിക്കുന്നത്. അപ്പോൾ പഠിക്കുക എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനെയാണ് പറയണത്. ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. അത് മാത്രമല്ല അവൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റിയും കൂടി ഉണ്ട്. അപ്പം ഒരു പ്രസൻറ്റ് സിറ്റുവേഷനുമാണ്, ഒരു കണ്ടിന്യൂറ്റിയും കൂടി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിന് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ നോക്കാം. അവൾ ഹൈദരാബാദിലാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് എഴുതാം അവൾ, ഷീ. അപ്പോൾ ഇനിയുള്ളത് ഞാൻ ഓപ്ഷനിൽ എഴുതാം, നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക. നമുക്കിവിടെ എന്ത് എഴുതാമെന്ന്. അപ്പോൾ ഇവിടെ ആർ ഉണ്ട്, വേർ ഉണ്ട്. ആർ, വേർ, ഈസ്, വാസ്. അപ്പം നമുക്കിവിടെ ഏത് സെലക്ട് ചെയ്യാമെന്ന് നമ്മൾ ഗസ് ചെയ്യാം. അപ്പം ഞാൻ തന്നെ പറയാം ഇപ്പം തന്നെ, കാര്യം അല്ലെങ്കിൽ നിങ്ങൾ കമൻസിൽ എഴുതിക്കോ ഇത് പറയുന്നതിന് മുമ്പ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ്? ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഷീ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം? അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ആർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ആർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു പ്ലൂറൽ സബ്ജക്റ്റിന് കൂടാണ്. പക്ഷേ ഇവിടെ സിംഗുലാർ സബ്ജക്റ്റാണ്. ഹീ, ഷീ, ഇറ്റൊക്കെ സിംഗുലാർ സബ്ജക്റ്റാണ്. ഒറ്റ ഒരാളല്ലേ ഉള്ളൂ ഷീ. പക്ഷേ പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ആർ യൂസ് ചെയ്ത് എഴുതായിരുന്നു. അപ്പം ഇവിടെ ആർ പറ്റില്ല. സിംഗുലാർ സബ്ജക്റ്റാണ്, ആർ പറ്റില്ല. അപ്പം നമുക്കിവിടെ വേറും പറ്റില്ല. വേറെ എന്തുകൊണ്ടാണ് പറ്റാത്തത്? വേറെ നമ്മൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ് യൂസ് ചെയ്ത് എഴുതുന്നത്. അപ്പം നമുക്ക് വേറും പറ്റില്ല. പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ മാത്രമല്ല ഇതുപോലെ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ആയിരിക്കും വേറെ യൂസ് ചെയ്ത് എഴുതുന്നത്. അപ്പം വേറും പറ്റില്ല. പിന്നുള്ളത് എന്താ? വാസ് ഉണ്ട്. അപ്പം ഈ വാസും നമ്മൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ് യൂസ് ചെയ്ത് എഴുതുന്നത്. പിന്നെ ഈ ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പം നമുക്കിവിടെ മൂന്നും പറ്റില്ല. ആറും വേറും വാസും പറ്റില്ല. നമുക്ക് ഈസാണ് യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ. കാര്യം ഈസ് യൂസ് ചെയ്യാൻ കാരണം ഷീ എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഈസ് യൂസ് ചെയ്യുന്നത്. ഷീ ഈസ്. അപ്പോൾ ഇവിടെ ഷീ എന്ന് പറയുന്നത് എന്താ? ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. അപ്പം ഇനി ഞാൻ എഴുതാൻ പോകുന്നത് വെർബാണ്. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കുക, സ്റ്റഡി എന്നാണ് വെർബ്, സ്റ്റഡി. അപ്പം ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസിൽ നമുക്ക് വെർബിൻ്റെ കൂടെ ING ആഡ് ചെയ്ത് എഴുതാമെന്ന്. അപ്പം ഇവിടുത്തെ വെർബാണ് ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതാം വെർബ് സ്റ്റഡിയാണ്. അപ്പം നമ്മൾ സ്റ്റഡിയുടെ കൂടെ പ്ലസ് ING. അപ്പോൾ ഇവിടെ ING ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ സ്റ്റഡിങ് നൈ, ഷീ ഈസ് സ്റ്റഡിങ് നൈ. അപ്പം എവിടെയാണ് പഠിക്കണേ? ഷീ ഈസ് സ്റ്റഡിങ് ഇൻ ഹൈദരാബാദ്. അപ്പോൾ ഷീ ഈസ് സ്റ്റഡിങ് ഇൻ ഹൈദരാബാദ്. അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ ജസ്റ്റ് നോക്കുക, HYDERABAD, ഹൈദരാബാദ്. ഷീ ഈസ് സ്റ്റഡിങ് ഇൻ ഹൈദരാബാദ്. അപ്പം ഇവിടെ നമ്മൾ ഓപ്ഷനിൽ എന്തൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തു? ആർ, വേർ, ഈസ്, വാസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈസാണ് എഴുതി. ഈസ് എഴുതാൻ എന്താ കാരണം എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം ഈസ്. അപ്പം പിന്നെ ഒരു കാര്യം, ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന്
ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഇവിടെ വാസ് ഓപ്ഷനിലുണ്ടായിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് ഈസിൻ്റെ പാസ്റ്റ് ഫോം വാസാണ്. അപ്പം അല്ലാതെ ഇതിൽ വാസിൻ്റെ ഒരു യൂസും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം അത് ജസ്റ്റ് ഓർക്കണ്ട, ജസ്റ്റ് ഈസിൻ്റെ പാസ്റ്റ് ഫോം വാസാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. അവൾ ഹൈദരാബാദിലാണ് പഠിക്കുന്നത്. ഷീ ഈസ് സ്റ്റഡിങ് ഇൻ ഹൈദരാബാദ്. ഷീ ഈസ് സ്റ്റഡിങ് ഇൻ ഹൈദരാബാദ്. അപ്പം ഇവിടെ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു, ഷീ ആണ് സബ്ജക്റ്റ്, വെർബ് സ്റ്റഡി. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ING യൂസ് ചെയ്യുന്നത് പറഞ്ഞു. നമുക്കൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്ത് എഴുതാം. നെക്സ്റ്റ് പോയിന്റ്, അവിടെ എത്താൻ 2 ദിവസം എടുക്കും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവിടെ എത്തുക, ഗെറ്റ് ദെയർ. 2 ദിവസം, 2 days. അപ്പം ഒരു ദിവസം, അപ്പോൾ വെറും ദിവസം എന്നേ ഉള്ളെങ്കിൽ നമുക്ക് ഡേ എന്ന് പറയാം. പക്ഷേ ഇവിടെ 2 ദിവസം എന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 2 days, നമ്മൾ ഡേയുടെ കൂടെ എസും കൂടെ ആഡ് ചെയ്ത് 2 days എന്ന് പറയുന്നത്. പിന്നെന്താ, അവിടെ എത്താൻ 2 ദിവസം എടുക്കും. അപ്പം നമുക്ക് മനസ്സിലായി, ഈ എടുക്കുമെന്ന് കേട്ടപ്പോഴും നമുക്ക് മനസ്സിലായി ഇത് ഒരു പിന്നീടുള്ളൊരു കാര്യമാണ് പറയുന്നത്. 2 ദിവസം എടുക്കും അവിടെ എത്താൻ. അപ്പം ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പിന്നീടുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവിടെ എത്താൻ 2 ദിവസം എടുക്കും. ഇറ്റ്. അപ്പോൾ ഇനി എന്താ നമ്മൾ എഴുതാൻ പോണത്? ഇനി എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതാൻ പോണത്? ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമുക്ക് എപ്പോഴും ഓർത്തിരിക്കുക, നമുക്ക് വിൽ യൂസ് ചെയ്തിട്ട് എഴുതാം. ഒരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസിൽ നമുക്ക് വിൽ യൂസ് ചെയ്ത് എഴുതാം. ഇറ്റ് വിൽ ടേക്ക് 2 ദിവസം എന്നുള്ളതിന് ഞാൻ എന്താ എഴുതാൻ പോണേ? 2 days. അപ്പം ഡേ എന്ന് വെച്ചാൽ ദിവസം, ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ഡേ എന്ന് പറയാം. പക്ഷേ ഇവിടെ 2 ദിവസമായതുകൊണ്ടാണ് ഞാൻ ഡേയെ ഡേയ്സ് ആക്കിയത്. ഡേയ്സ്, 2 days. ഇറ്റ് വിൽ ടേക്ക് 2 days ടു ഗെറ്റ് ദെയർ. അവിടെ എത്താൻ. ഇറ്റ് വിൽ ടേക്ക് 2 days ടു ഗെറ്റ് ദെയർ. അവിടെ എത്താൻ 2 ദിവസം എടുക്കും. ഇറ്റ് വിൽ ടേക്ക് 2 days ടു ഗെറ്റ് ദെയർ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കഴിക്കുക എന്ന് വെച്ചാൽ ഈറ്റ് എന്നാണ്. പക്ഷേ ഇവിടെ കഴിച്ചു, ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. അപ്പം നമുക്ക് എഴുതാം ഷീ. അപ്പം ഇനി എഴുതാൻ പോണത് കഴിക്കുക എന്ന് വെച്ചാൽ എന്താ? ഈറ്റ് എന്നാണ്. കഴിക്കുക. അപ്പോൾ ഈറ്റിൻ്റെ 3 ഫോംസ് നമുക്കിവിടെ എഴുതാം. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. അപ്പം ഈറ്റിൻ്റെ 3 ഫോംസ് ഓർത്ത് വെച്ചേക്കുക. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈറ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. കാര്യം ഓൾറെഡി കഴിച്ചു. അപ്പം ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഈ ഒരു സെൻറ്റൻസ് എഴുതുന്നത്. ഷീ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. BREAK എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. ചിലർക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തവർക്ക് പറഞ്ഞതാണ്. ഷീ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ഹോം. അപ്പോൾ ഇതിലും സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയൊരു സെൻറ്റൻസാണ് ഷീ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ഹോം. ഷീ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ഹോം. പക്ഷേ ഞാനിവിടെ എന്തുകൊണ്ടാണ് ഹാഡ് യൂസ് ചെയ്ത് എഴുതാഞ്ഞെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈറ്റ് ആകുമ്പോൾ നമുക്ക് ഈറ്റ് 3 ഫോംസ് ഇവിടെ പഠിച്ചു. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. പക്ഷേ ഇത് രണ്ടും നല്ലൊരു സെൻറ്റൻസ് ആണ്. രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇച്ചിരിയും കൂടെ സിമ്പിൾ ആൻഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സെൻറ്റൻസാണ് ഷീ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ഹോം. അവിടെ നമ്മൾ ഈറ്റ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യണമെങ്കില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈറ്റ് യൂസ് ചെയ്തിട്ട് ആ ഈറ്റിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്ക് എഴുതുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനിത് യൂസ് ചെയ്യാൻ കാരണം നമ്മളിവിടെ 3 ഇപ്പോൾ ഈറ്റ് നമ്മൾ പഠിച്ചുകൊണ്ട് ഈറ്റ് 3 ഫോംസ് നമ്മളിവിടെ എഴുതി. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. അപ്പോൾ അവിടെ സെക്കൻഡ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഈറ്റ് യൂസ് ചെയ്തിട്ട് എഴുതി. പക്ഷേ നിങ്ങൾക്ക് 2 രീതിയിലും എഴുതാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, അവളുടെ ട്രെയിൻ കൃത്യസമയത്ത് എത്തി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പം ഇവിടെ കൃത്യസമയം നമുക്ക് എങ്ങനെ പറയാം? ഓൺ ടൈം, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ഓൺ ടൈം എന്നും പറയാം. ഓൺ ടൈം എന്നും പറയാം, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ഓൺ ടൈം എന്ന് പറയാം. അപ്പോൾ എത്തുക എന്ന് വെച്ചാൽ എന്താ? അറൈവ്. പക്ഷേ ഇവിടെ എത്തി, ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അറൈവിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവളുടെ ട്രെയിൻ കൃത്യസമയത്ത് എത്തി. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം എന്താ? കാര്യം ഓൾറെഡി ട്രെയിൻ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പം ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവളുടെ ട്രെയിൻ കൃത്യസമയത്ത് എത്തി. അവളുടെ, ഹർ ട്രെയിൻ. അപ്പം എത്തുക എന്ന് വെച്ചാൽ അറൈവ് എന്നാണ്. അപ്പം ഇവിടെ എത്തി എന്നാണ്. അപ്പം നമ്മൾ അറൈവിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അറൈവ്ഡ്, ഹർ ട്രെയിൻ അറൈവ്ഡ്. അപ്പം ഞാൻ പറഞ്ഞു എന്താ, ഒരു കൃത്യസമയം എന്ന് നമ്മൾ കൃത്യസമയത്ത് എത്തി എന്ന് നമ്മൾ എങ്ങനെ പറയാം? ഓൺ ടൈം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ റൈറ്റ് ഓൺ ടൈം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ ഹർ ട്രെയിൻ അറൈവ്ഡ് ഓൺ ടൈം ആണ് എഴുതുന്നത്. ഇത് ഇച്ചിരി കൂടെ സിമ്പിളായതുകൊണ്ട് ഞാൻ ഓൺ ടൈം എന്ന് എഴുതുവാണ്. ഹർ ട്രെയിൻ അറൈവ്ഡ് ഓൺ ടൈം. അവളുടെ ട്രെയിൻ കൃത്യസമയത്തെത്തി.
നെക്സ്റ്റ് പോയിന്റ്, വീട്ടുകാരെ വിട്ടു പോകുന്നതിൽ അവൾക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. വീട്ടുകാർ എന്നുദ്ദേശിക്കുന്നത് നമുക്ക് ഫാമിലി എന്ന് എഴുതാം. അപ്പോൾ വിട്ടു പോവുക നമുക്ക് ലീവ് എന്ന് എഴുതാം. ലീവ് എന്ന് പറയുമ്പോൾ LEAVE ആണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് ചിലർക്ക് മിസ്റ്റേക്ക് പറ്റും. ചിലവർ വിചാരിക്കും ലീവ് LIVE, അതല്ല. ആ ലീവ് എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നാണ്. ഇത് വിട്ടു പോവുക എന്നുള്ളതിന് നമുക്ക് പറയാം ലീവ് LEAVE. പിന്നെ അവൾക്ക് വളരെ എന്ന് വെച്ചാൽ വെരി, വിഷമം സാഡ്. അപ്പോൾ ഉണ്ടായിരുന്നു, അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണ്, ഇപ്പോൾ പറയുകയാണ്, പക്ഷെ പഴയൊരു കാര്യത്തെപ്പറ്റിയാണ് പറയണത്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. വീട്ടുകാരെ വിട്ട് പോകുന്നതിൽ അവൾക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എഴുതാം ഷീ. അപ്പോൾ ഇനി ഓപ്ഷനിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ഓപ്ഷനിൽ ഇവിടെ ഹാസ് എഴുതാം. ഹാസ്, വാസ്, വെയർ. അപ്പം ജസ്റ്റ് 3 ഓപ്ഷനേ ഉള്ളൂ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യാൻ നമുക്കിവിടെ എന്ത് എഴുതാം? അപ്പോൾ ഇവിടെ ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്, അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഹാസും ഹാവും നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യണം? നമുക്കൊരു കാര്യം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു കാര്യം ഉണ്ട്, എനിക്ക് വീടുണ്ട്, അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ എനിക്കല്ലെങ്കിൽ അവനൊരു വീടുണ്ട്, എനിക്കൊരു കാറുണ്ട്. അപ്പം ഹാസും ഹാവും യൂസ് ചെയ്യണത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ഉള്ളത് വാസ് ആൻഡ് വെയർ ആണ്. അപ്പോൾ ഇവിടെ വാസ് ആൻഡ് വെയറിൽ നമുക്കറിയാം വാസ് ആൻഡ് വെയർ നമുക്കൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഓൾറെഡി നേരത്തെ കാര്യമാണ് പറയണത്. അപ്പം നമുക്കിവിടെ ഏത് യൂസ് ചെയ്യാം? വാസും വെയറും ഉണ്ട്, നമുക്ക് വെയർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്, ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പം പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് വെയർ യൂസ് ചെയ്ത് എഴുതായിരുന്നു. സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വെയർ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ വാസ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഷീ വാസ്. അപ്പം ഇതെന്താ? വളരെക്കുന്ന ഇവിടെ വെരി എന്ന് എഴുതി. ഷീ വാസ് വെരി, വിഷമത്തിന് സാഡ് എന്ന് എഴുതി. ഷീ വാസ് വെരി സാഡ് ടു, വീട്ടുകാരെ വിട്ടു പോകുന്നതിൽ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ടു ലീവ് ഹർ ഫാമിലി. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ലീവ് LEAVE, വിട്ടു പോവുക. മറ്റേ വേറൊരു ലീവ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ലീവെന്ന് നമുക്ക് കൺഫ്യൂസ് തോന്നരുത്. ഈ ലീവ് എന്ന് പറഞ്ഞത് എന്താ? താമസിക്കുക, നമ്മളടുത്ത് സ്റ്റേ ചെയ്യത്തില്ലേ? അപ്പോൾ ആ ഒരു ലീവും ഈ ഒരു ലീവും കൂടെ കൺഫ്യൂസ് ആവരുത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എഴുതിയത്. ഇതെല്ലാം ചിലവർക്ക് ഇത് അറിയണമെന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമില്ല. ചിലർക്കെങ്കിലും ഇത് അറിയാത്തവർ കാണും, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണത്. അപ്പം നമ്മളെങ്ങനെ എഴുതിയത്? ഷീ വാസ് വെരി സാഡ് ടു ലീവ് ഹർ ഫാമിലി. അപ്പോൾ ഈ ലീവിൻ്റെ സ്പെല്ലിംഗ് LEAVE ആണ്. കാര്യം ഞാനിത് കൂട്ടക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ചിലർക്ക് കൺഫ്യൂസ് ആവും, അതുകൊണ്ടാണ് ഞാൻ സ്പെല്ലിംഗ് എടുത്ത് പറഞ്ഞ് LEAVE. അപ്പം നമുക്കൊന്നിച്ചൊന്നും കൂടെ പറയാം. ഷീ വാസ് വെരി സാഡ് ടു ലീവ് ഹർ ഫാമിലി. അപ്പം നെക്സ്റ്റ് പോയിന്റ്, അവൾക്ക് തിരിച്ച് കോളേജിൽ പോകാൻ തോന്നുന്നില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? തിരിച്ച് കോളേജിൽ പോവുക. അപ്പം നമുക്ക് എഴുതാം ഗോ ബാക്ക് ടു കോളേജ്. തിരിച്ചു പോവുക. ഗോ ബാക്ക് ടു എവിടെയാണ്? കോളേജ്. ഗോ ബാക്ക് ടു കോളേജ്. അപ്പം നമുക്ക് ഇവിടെ കാണാൻ തോന്നുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷൻ. അവൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് ആണ് പറയണത്. അവൾ ട്രെയിനിലിരിക്കുകയാണ്, പക്ഷെ അവൾക്ക് തോന്നുന്നില്ല പോകാൻ. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവൾക്ക് തിരിച്ച് കോളേജിൽ പോകാൻ തോന്നുന്നില്ല. അപ്പം നമുക്ക് എഴുതാം ഷീ. അപ്പം ഇനി ഞാനിവിടെ ഓപ്ഷനിൽ ഒരു 3 ഓപ്ഷൻ എഴുതാം. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക നമുക്കിവിടെ എന്ത് എഴുതാമെന്ന്. ഇവിടെ ഡു ഉണ്ട്, ഡു ഡസ്, ഡിഡ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക. അപ്പോഴത്തേനും ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ എഴുതാൻ പോണത് എന്തുകൊണ്ടാണ്? നമുക്കിവിടെ ഡിഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ ഡിഡ് യൂസ് ചെയ്യാൻ പറ്റാത്തത്? കാര്യം ഇത് പറയുന്ന ഒരു പ്രസൻറ്റ് സിറ്റുവേഷനാണ്, ഇപ്പോഴത്തെ അവളൊരു സിറ്റുവേഷനാണ് പറയണത്. അപ്പോൾ ഡിഡ് നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. എപ്പോഴാണ്? അവൾക്ക് തിരിച്ച് കോളേജിൽ പോകാൻ തോന്നുന്നില്ലായിരുന്നു എന്നാണെങ്കിൽ നമുക്ക് ഡിഡ് യൂസ് ചെയ്തിട്ട് എഴുതാമായിരുന്നു. പക്ഷേ ഇതിപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനാണ് പറയണത്, അവളുടെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്. അപ്പം നമുക്കിവിടെ ഡിഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ എന്താ യൂസ് ചെയ്യണേ? നമ്മളിവിടെ ഡൂവും യൂസ് ചെയ്യാൻ പറ്റില്ല. ഡൂവിനെ ക്രോസ് ചെയ്യണേ നമ്മളിവിടെ ഡസ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പം നമുക്ക് എഴുതാം. അപ്പം ഷീ ഡസ്. അപ്പം നമ്മൾ ഡസ് എഴുതി ഓർത്ത് വെച്ചേക്കും. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്. ഇനി അവൾക്ക് പോകാൻ തോന്നുന്നില്ല എന്നാണ്. അപ്പം നമുക്ക് ഷീ ഡസിൻറ്റ് അല്ലെങ്കിൽ ഷീ ഡസ് നോട്ട്. അപ്പോൾ ഡസ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഷീ ഡസിൻറ്റ്. ഷീ ഡസിൻറ്റ് വാണ്ട് ടു ഗോ
back to college. She doesn't want to go back to college. She doesn't want to go back to college. അപ്പോൾ ഇവിടെ ഡസിൻ്റെ കൂടെ നോട്ട് ഞാൻ യൂസ് ചെയ്തു. ഡസ് നോട്ടാണ് ഫുൾ ഫോം. അപ്പം ഞാൻ ആ ഡസ് നോട്ടിനെ ഞാൻ ഷോർട്ട് ഫോം ആക്കിയിട്ട് ഡസിൻറ്റിനെ എഴുതി. അപ്പം പിന്നെ നമ്മളിവിടെ ഓപ്ഷനിൽ ഡു ഡസ് ഡിഡ് പഠിച്ചു. നമ്മളിവിടെ ഡിഡ് എന്താ യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് പഠിച്ചു. ഡിഡ് എന്തുകൊണ്ടാണ് തോന്നുന്നില്ലായിരുന്നു എന്നായിരുന്നു ഡിഡ് യൂസ് ചെയ്തതായിരുന്നു. പക്ഷേ ഇവിടെ പ്രസൻറ്റ് സിറ്റുവേഷനാണ് പറയുന്നത്. അത് നമുക്ക് ഡിഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡസ് യൂസ് ചെയ്തു. പിന്നെ ഈ ഡു യൂസ് ചെയ്ത് നമ്മൾ എപ്പോഴായിരുന്നത്, ഈ ഡു യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഇവിടെ സബ്ജക്റ്റ് നോക്കുക. ഇവിടെ ഷീ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഡു യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ ഡു യൂസ് ചെയ്യുന്നത് എപ്പോഴും ഓർത്തിരിക്കുക, ഐ യു വി ദേ. അപ്പം പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ, എന്താ ദേ, അപ്പോൾ അവർ അല്ലെങ്കിൽ വി നമ്മൾ, അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റിന് കൂടാണ് നമ്മൾ ഡു യൂസ് ചെയ്ത് തരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് പറ്റില്ല, പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഷീ ആണ്, അപ്പോൾ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. അവൾക്ക് തിരിച്ച് കോളേജിൽ പോകാൻ തോന്നുന്നില്ല. ഷീ ഡസൻറ്റ് വാണ്ട് ടു ഗോ ബാക്ക് ടു കോളേജ്. ഷീ ഡസൻറ്റ് വാണ്ട് ടു ഗോ ബാക്ക് ടു കോളേജ്. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പക്ഷേ അവൾക്ക് പോകണം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? പക്ഷേ ബട്ട്. അപ്പം അവൾക്ക് പോകണം. അപ്പം നമുക്ക് എഴുതാം ഷീ, അവൾ ഷീ. അപ്പോൾ ഇനിയുള്ളത് ഞാൻ ഓപ്ഷനിൽ എഴുതാം. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് പറ്റുമെന്ന് നോക്ക്. അപ്പം ഇവിടെ ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്. അപ്പം നമുക്കിവിടെ ഏത് സെലക്ട് ചെയ്യാം? ഹാവും ഉണ്ട്, ഹാസും ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ നോക്കാം? ബട്ട് ഷീ. അപ്പം ഇവിടെ ഞാൻ എഴുതാൻ പോണത് ഹാവ് അല്ല. കാര്യം എന്താ ഹാവ് യൂസ് ചെയ്യാത്തത്? നമ്മളെപ്പോഴും ഓർത്തിരിക്കുക, നമ്മളെപ്പോഴാണ് ഹാവ് യൂസ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നോക്കുക, സബ്ജക്റ്റ്, ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്. അപ്പോൾ ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് ഐ യു വി ദേ ഇങ്ങനെയുള്ളിടത്താണ്. അപ്പം ഒരു വി എന്ന് വെച്ചാൽ നമ്മൾ, ദേ എന്ന് വെച്ചാൽ അവർ. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റിലാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഷീ ആണ്. ഇപ്പോൾ ഇവിടെ ഹീ, ഷീ, ഇറ്റ്, ഇവിടെ എല്ലാം നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഹാവ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ എന്താ യൂസ് ചെയ്യാൻ പോണേ? ഹാസ്. അപ്പോൾ ഇവിടെ ഞാൻ ഹാസ് എഴുതി. ബട്ട് ഷീ ഹാസ് ടു ഗോ. ബട്ട് ഷീ ഹാസ് ടു ഗോ. പക്ഷേ അവൾക്ക് പോകണം. ബട്ട് ഷീ ഹാസ് ടു ഗോ. അപ്പം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എനിക്ക് വാണ്ട് എഴുതിക്കൂടെ, നീഡ്സ് എഴുതിക്കൂടെ? നമ്മൾ കേട്ടിട്ടില്ലേ? ബട്ട് ഷീ, ഇപ്പം നമുക്ക് എങ്ങനെ എഴുതാമല്ലോ? ബട്ട് ഷീ വാണ്ട്സ് ടു ഗോ ഇങ്ങനെ എഴുതിക്കൂടെ? അല്ലെങ്കിൽ ബട്ട് ഷീ നീഡ്സ് ടു ഗോ, അങ്ങനെ എന്താ ഞാൻ എഴുതാഞ്ഞെന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് കാണും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ, ഇപ്പോൾ ഇവിടെ എനിക്ക് ഞാനിവിടെ വാണ്ട് എഴുതുവാണെന്ന് വെച്ചോ. ഇപ്പം ഈ ഹാസിന് പകരം വാണ്ട് എഴുതുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ പക്ഷേ അവൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നാവും. ആഗ്രഹമുണ്ട് എന്നൊരു രീതിയിലാണ് നമ്മളിവിടെ വാണ്ട് എഴുതുന്നത്. പിന്നെ ഇപ്പം നീഡ് എഴുതുവാണെങ്കിൽ പോകേണ്ടതുണ്ട്, പക്ഷേ അവൾക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ നീഡ് എഴുതുന്നത്. അപ്പം പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അവൾക്ക് പോകണം, അവൾക്ക് മസ്റ്റായിട്ട് പോകണം എന്നൊരു മീനിങ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാസ് എഴുതിയത്. അപ്പോൾ ഇവിടെ ഹാസിന് പകരം എന്തുകൊണ്ടാണ് ഞാൻ വാണ്ട് യൂസ് ചെയ്ത് എഴുതാഞ്ഞതും നീഡ് യൂസ് ചെയ്ത് എഴുതാഞ്ഞതും എന്ന് ഞാൻ പറയാം. അപ്പോൾ വാണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ പോകാൻ, ആ ഒരു മീനിങ്ങിൽ വരും. അതുകൊണ്ടാണ് ഞാൻ വാണ്ട് യൂസ് ചെയ്യാഞ്ഞത്. പിന്നെ നീഡ് യൂസ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ പോകേണ്ടതുണ്ട് എന്നൊരു മീനിങ്ങിൽ വരും. നെക്സ്റ്റ് പോയിന്റ്, അവൾ അവളോട് തന്നെ പറഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൾ ഷീ. അവളോട് തന്നെ, ഹെർസെൽഫ്. പറയുക സേ. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നാണ്, ഓൾറെഡി അവൾ പറഞ്ഞു കഴിഞ്ഞു അവളോട് തന്നെ. അപ്പം നമ്മൾ പറയുക എന്ന് വെച്ചാൽ സേ ആണ്. നമ്മൾ സേയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം? അവൾ അവളോട് തന്നെ പറഞ്ഞു. ഷീ. അപ്പം സേ എന്ന് വെച്ചാൽ എന്താ? പറയുക. അപ്പം സേ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അപ്പോൾ സേയുടെ പാസ്റ്റ് ഫോം സെഡ് ആണ് നമ്മളിവിടെ എഴുതാൻ പോണത്. ഷീ സെഡ്. അപ്പോൾ സെഡ് എന്ന് വെച്ചാൽ പറഞ്ഞു. അവൾ അവളോട് തന്നെ പറഞ്ഞു. അപ്പം ഷീ സെഡ് ടു ഹെർസെൽഫ്. ഷീ സെഡ് ടു ഹെർസെൽഫ്. അവൾ അവളോട് തന്നെ പറഞ്ഞു. ഷീ സെഡ് ടു ഹെർസെൽഫ്. ഷീ സെഡ് ടു ഹെർസെൽഫ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഞാൻ പോയാൽ മാത്രമേ എനിക്ക് എൻ്റെ രക്ഷിതാക്കളെ നോക്കാൻ കഴിയൂ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഞാൻ പോയാൽ മാത്രമേ, ഇഫ് ഐ ഗോ, എൻ്റെ രക്ഷിതാക്കളെ, മൈ പാരൻസ്. എൻ്റെ രക്ഷിതാക്കൾ എന്ന് വെച്ചാൽ മൈ പാരൻസ്. ഇവിടെ എൻ്റെ രക്ഷിതാക്കളെ നോക്കുക, ടേക്ക് കെയർ ഓഫ് മൈ പാരൻസ്. അപ്പം കഴിയും എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ക്യാൻ. അപ്പം കഴിയും ക്യാൻ. അപ്പം നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ നോക്കാം? ഞാൻ പോയാൽ മാത്രമേ എനിക്ക് എൻ്റെ രക്ഷിതാക്കളെ നോക്കാൻ കഴിയൂ. അപ്പം ഐ ക്യാൻ. അപ്പം ഐ ക്യാൻ എന്ന് വെച്ചാൽ എന്താ? കഴിയും. ഐ ക്യാൻ ടേക്ക് കെയർ. ഐ ക്യാൻ
ടേക്ക് കെയർ ഓഫ് മൈ പാരൻസ്. പാരൻസ് എന്ന് വെച്ചാൽ രക്ഷിതാക്കൾ. ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ പാരൻസ് ഇഫ് ഐ ഗോ. ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ പാരൻസ് ഇഫ് ഐ ഗോ. ഞാൻ പോയാൽ മാത്രമേ എനിക്ക് എൻ്റെ രക്ഷിതാക്കളെ നോക്കാൻ കഴിയൂ. ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ പാരൻസ് ഇഫ് ഐ ഗോ. നെക്സ്റ്റ് പോയിൻറ്റ്, എൻ്റെ പഠിത്തം തീരാൻ ഇനി 3 വർഷം കൂടിയുണ്ട്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. എൻ്റെ പഠിത്തം, മൈ സ്റ്റഡീസ്. തീരുക, നമുക്ക് എങ്ങനെ പറയാം? തീരുക, ഫിനിഷ്. 3 വർഷം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 more years left. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എൻ്റെ പഠിത്തം തീരാൻ ഇനി 3 വർഷം കൂടിയുണ്ട്. ഐ ഹാവ് 3 more years. ഐ ഹാവ് 3 more years എന്ന് പറഞ്ഞാൽ എന്താ? വർഷങ്ങൾ. ഐ ഹാവ് 3 more years left ടു ഫിനിഷ് എന്ന് വെച്ചാൽ തീരാൻ. ടു ഫിനിഷ് മൈ സ്റ്റഡീസ്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ഐ ഹാവ് 3 more years left ടു ഫിനിഷ് മൈ സ്റ്റഡീസ്. എൻ്റെ പഠിത്തം തീരാൻ ഇനി 3 വർഷം കൂടിയുണ്ട്. ഐ ഹാവ് 3 more years left ടു ഫിനിഷ് മൈ സ്റ്റഡീസ്. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻറ്റ്, അടുത്ത 3 വർഷം ഞാൻ നന്നായി പഠിച്ച് നല്ല മാർക്ക് നേടും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അടുത്ത 3 വർഷം, നെക്സ്റ്റ് 3 years. ഞാൻ നന്നായി പഠിച്ച്, ഐ വിൽ സ്റ്റഡി വെൽ ആൻഡ് നല്ല മാർക്ക് നേടും, ആൻഡ് ഗെറ്റ് ഗുഡ് മാർക്സ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അടുത്ത 3 വർഷം ഞാൻ നന്നായി പഠിച്ച് നല്ല മാർക്ക് നേടും. അപ്പം എങ്ങനെ എഴുതാം? ഐ വിൽ സ്റ്റഡി. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ വിൽ യൂസ് ചെയ്തത്? കാര്യം ഇത് പിന്നീടുള്ളൊരു കാര്യമാണ് പറയണത്. പിന്നീട് ഇനി വരാൻ പോകുന്ന ഒരു കാര്യമാണ് പറയണത്. ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മളോട് വിൽ യൂസ് ചെയ്ത് എഴുതിയത്. ഐ വിൽ സ്റ്റഡി വെൽ ഫോർ ദ നെക്സ്റ്റ് 3 years. നെക്സ്റ്റ് 3 years എന്ന് പറയുമ്പം അടുത്ത 3 വർഷം. നെക്സ്റ്റ് 3 years. അപ്പം ഇത് THREE ഉണ്ട് ഇവിടെ. അപ്പം കാര്യം എൻ്റെ സ്പെല്ലിങ് ചിലപ്പോൾ കൂട്ടക്ഷരത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പറയണേ, ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഐ വിൽ സ്റ്റഡി വെൽ ഫോർ ദ നെക്സ്റ്റ് 3 years ആൻഡ് നല്ല മാർക്ക് നേടും, ആൻഡ് ഗെറ്റ് ഗുഡ് മാർക്സ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതി നോക്കാം. ഒന്നും കൂടി. അടുത്ത 3 വർഷം ഞാൻ നന്നായി പഠിച്ച് നല്ല മാർക്ക് നേടും. ഐ വിൽ സ്റ്റഡി വെൽ ഫോർ ദ നെക്സ്റ്റ് 3 years ആൻഡ് ഗെറ്റ് ഗുഡ് മാർക്സ്. അപ്പം ഒന്നും കൂടെ നമുക്ക് ഒന്നിച്ച് പറയാം. ഐ വിൽ സ്റ്റഡി വെൽ ഫോർ ദ നെക്സ്റ്റ് 3 years ആൻഡ് ഗെറ്റ് ഗുഡ് മാർക്സ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, ഇത് നമ്മളെ ലാസ്റ്റ് പോയിൻ്റാണ്. അവളുടെ യാത്ര തുടർന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവളുടെ, ഹർ. യാത്ര, ജേർണി. അപ്പോൾ തുടരുക എന്ന് വെച്ചാൽ എന്താ? കണ്ടിന്യൂ. പക്ഷേ ഇവിടെ തുടർന്നു എന്നാണ് പറയണത്. അപ്പം നമുക്ക് കണ്ടിന്യൂവിനെ നമുക്ക് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവളുടെ യാത്ര തുടർന്നു. ഹർ, അവളുടെ, ഹർ. യാത്രയ്ക്ക് നമ്മളിവിടെ ജേർണി എന്നാണ് എഴുതുന്നത്. ഹർ ജേർണി. ഇവിടെ ഞാൻ എഴുതാം, സ്പേസിൽ ഇവിടെ എഴുതാം. അപ്പം തുടരുക എന്ന് വെച്ചാൽ എന്താ? കണ്ടിന്യൂ. തുടരുക എന്ന് വെച്ചാൽ കണ്ടിന്യൂ ആണ്. പക്ഷേ ഇവിടെ തുടർന്നു എന്നാണ് ഞാൻ കണ്ടിന്യൂവിനെ പാസ്റ്റ് ഫോമിലാണ് എഴുതാൻ പോണത്. കണ്ടിന്യൂഡ്. അപ്പം നമുക്കെങ്ങനെയാണ് എഴുതിയത്? അവളുടെ യാത്ര തുടർന്നു. ഹർ ജേർണി കണ്ടിന്യൂഡ്. അവളുടെ യാത്ര തുടർന്നു. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.